അസ്സലാമലൈക്കും മോൾ, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഡിസേർട്ട് റെഡിയാക്കി എടുത്താലോ? സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ റവ വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഈ റവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ റവയും പാലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം. റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതോടുകൂടി തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടുള്ള പാലാണ് ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റവ ഒരു ഭാഗത്ത് വറുത്തെടുക്കുമ്പോൾ മറ്റേ അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഈ റവയൊന്ന് പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കുറുക്കിയെടുക്കണം. നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കാനായിട്ട് മാവ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ വേണം കേട്ടോ ഇതും റെഡിയാക്കാനായിട്ട്. അപ്പം റവ അറിയാലോ, നമ്മൾ പാലിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് വരും. അപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടി മിക്സാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പം ഏകദേശം നമ്മൾ കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ റവ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കയ്യിൽ നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് വേണം ഇതുപോലെ ബോൾസ് ആക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി ഇത് നെയ്യിൽ വറുത്ത റവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. കയ്യിലിട്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് വേണം കേട്ടോ ഇത് ബോൾസാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത് ആ പാലിലേക്ക് ഇടുന്ന ടൈമിൽ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ബോൾസാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാദാ നോർമൽ പാല് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച പാലല്ല, സാദാ തണുത്ത പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു മിക്സ് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ വാനിലയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ പാല് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അതുവരെ ഇതുപോലെ ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറുന്ന സമയത്ത് ഒന്നുകൂടി ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇപ്പോൾ തന്നെ കുറുക്കി എടുക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കൂടുതലും തണുത്തതിന് ശേഷം കഴിക്കുന്നതാവും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്തുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.